ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ CS റാങ്കിൽ കുറച്ച് ഹൈഡ് ആൻഡ് ബ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് ബ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സ് അങ്ങനെയൊക്കെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിവിടെ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണും അതുപോലെ തന്നെ വേറെ ഒരു 3 ഗ്ലൂകൾ മാത്രം മതി. നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ടിന് സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഗ്ലൂകൾ മാത്രം മതി. അപ്പോൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങളും കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങളും കറക്റ്റായിട്ട് ഒരു ഗ്ലൂകൾ ഇട്ടിട്ട് പിന്നെ ഒന്നിൻ്റെ മേലോട്ടായിട്ട് ഒരു ഗ്ലൂളും പാടെ ഇടുക. ഇനിയിപ്പോൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലൂകൾ കൊണ്ട് കയറാനും പറ്റും. ഇനിയിപ്പോൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഗ്ലൂകൾ വെച്ച് കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഗ്ലൂകൾ ഞാൻ ഇടുന്ന പോലെ ഇതേപോലെ നിങ്ങളും കറക്റ്റായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറുന്നതാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴത്തോട്ട് വീഴാതിരിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്, വീഴത്തില്ല പെട്ടെന്നൊന്നും. അതുകൊണ്ടാണ് സ്കോപ്പ് ചെയ്ത് കയറാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിരിക്കാൻ നിങ്ങൾക്ക് ഈ സൈഡിലെ മൊത്തം വ്യൂ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിലൂടെയൊക്കെ റഷ് ചെയ്ത് വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ ഞാൻ തന്നെ ഒരുത്തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡം പ്ലേസ് എത്ര പേർക്ക് അറിയാമെന്ന് അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹൈഡ് പ്ലേസ് എവിടെയാണ് നോക്കാം. രണ്ടാമത്തെ ഐഡം പ്ലേസ് കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കുറേ പേർക്ക് അറിയാത്തതുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 2 മെത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വീടിൻ്റെ മേലോട്ട് നമ്മൾ കയറാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് കയറാൻ കുറേ പേർക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കയറാൻ പറ്റുന്നതാണ് ആദ്യത്തെ മെത്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്കോപ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിൽ ഫസ്റ്റത്തെ ഡ്രമ്മിൽ ചവിട്ടി കയറാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും ഞാൻ കയറിയ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മേലിരിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്പോട്ട് കുറേ പേർക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഡ്രമ്മിൽ ചവിട്ടുന്ന ഒരു മെത്തുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡം പ്ലേസ് എത്ര ഒട്ടർക്ക് അറിയാം അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടേക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് നരുതി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനേതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡം പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐഡം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള വേറൊരു ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രം മതി. നമുക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ്. അപ്പോൾ നിങ്ങൾ ഞാൻ കയറുന്ന പോലെ നിങ്ങളും കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ഈ ഒരു വീടിൻ്റെ മേലെ കയറിയിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സൈഡിലൂടെയും ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെയൊക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരേനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തൊക്കെ നിൽക്കുന്ന എനിമീസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മളാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ അത്ര പെട്ടെന്ന് എനിമീസ് സ്പോട്ട് ചെയ്യാത്തൊരു സ്പോട്ട് കൂടെയാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൂടെയൊക്കെ ആയിട്ട് കുറേ പേര് റഷ് ചെയ്ത് വരുന്നുണ്ടാവും. അതായത് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തു കൂടെ ഒക്കെ ആയിട്ട് കുറേ എനിമീസ് റഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഡാമേജ് അതുപോലെ തന്നെ കില്ലും നോക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ മേലെ കൂടെയൊക്കെ വരുന്ന എനിമീസ് ഉണ്ടല്ലോ, അത് ഈ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന എനിമീസ്, അവിടെ കൂടുതലായിട്ട് എനിമീസ് നിൽക്കാറുണ്ടാവും. അവരേനൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡം പ്ലേസ് എത്ര പേർക്ക് അറിയാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ കറക്റ്റായിട്ട് ഓർമ്മയില്ല. മുന്നത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തോട്ട് പെട്ടെന്ന് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തു കൂടെ കുറേ എനിമീസ് വരാറുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ കളിക്കുന്ന പ്ലേയേഴ്സാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റി ഈ ഒരു ഭാഗത്തു കൂടെ കുറേ എനിമീസ് വരാറുണ്ട്. അതുപോലെ തന്നെ മേലേക്ക് നിൽക്കുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരേനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിമീസ് സ്പോട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കാൻ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധയിലാവും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവരേനൊക്കെ പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ ഫ്രണ്ട് റിക്വസ്റ്റ് സബ്റ്റ് ചെയ്യാറില്ല എന്ന്, ഗ്രൂപ്പിൽ ഇൻവൈറ്റ് ചെയ്യാറില്ല എന്നൊക്കെ. അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളെ സ്കോഡ് ഉണ്ടാവും അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, സീനാക്കണം. നമ്മളിനി മാക്സിമം എല്ലാവരും നമ്മൾ സ്കോഡ് കയറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ നാലാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ട് വന്നിരിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വേറൊരു കുത്തിപ്പിടിക്കാൻ പറ്റിയൊരു ഗണ്ണ്, അത്യാവശ്യം ലോങ് ഒരു മിഡ് റേഞ്ച് ഗണ്ണാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള. അപ്പോൾ ഞാൻ ചാടി കയറിയപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ മേലെ കയറിയിരിക്കുക വെച്ചാൽ നിങ്ങൾക്കും ഞാൻ എടുക്കുന്ന പോലെ നിങ്ങൾക്കും തന്നെ പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഈ ഒരു സ്പോട്ടാണ് നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ട് എന്ന് പറയും. ഇപ്പോൾ ഞാൻ തന്നെ താഴെ എടുത്ത് തന്നെ നോക്കി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 പേരെയൊക്കെ നല്ല രീതിക്ക് ഡാമേജ് ചെയ്ത് 2 പേരെ നോക്കാക്കി ആ കില്ല് നൈസായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ്. ഒരു കില്ല് ഇതിൽ നമുക്ക് കിട്ടി. വീണ്ടും ഈ 2 പേരും പാടുണ്ട് ടീമിൽ. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ നിങ്ങൾക്കും നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ബോയും വിറ്ററും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്താണ് ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം.